ഇന്ന് നാം പൊതുവെ കാണുന്ന വികസിത രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം പോലെ അപരിഷ്കൃതമായ ഒരു സ്ഥലം വിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടിപ്പോയവനല്ല നാം വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്ന അബ്രഹാം. പിന്നെ എന്താണ് യാഥാർത്ഥ്യം? ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ആദിയിൽ തന്നെ അവസാനവും അറിയുന്നവനാണ് സർവശക്തനായ ദൈവം എന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ സധൈര്യം മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിൻ്റേതായിട്ടുള്ള പ്രതികൂലങ്ങൾ സ്വാഭാവികമാണ്. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം ഒരു ദൈവവേദലിന് ഇത്തരണത്തിൽ ലഭ്യമാകയാൽ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യം. ശ്രദ്ധയോടെ വായിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നെടുകെ ഒരു വലിയ പർവ്വത നിര കടന്നു പോകുന്നത് പോലെ തോന്നും. ആദ്യത്തെ 11 അധ്യായങ്ങൾ ഒരു വശത്ത്, ബാക്കിയുള്ള 39 അധ്യായങ്ങൾ മറുവശത്ത്. ആദ്യത്തെ 11 അധ്യായങ്ങളിൽ 2000-ത്തിലധികം വർഷങ്ങളുടെ ചരിത്രം നാം കാണുന്നു. അതായത് ബൈബിൾ സംഭവങ്ങളുടെ ബാക്കിയുള്ള ഭാഗത്തെ മുഴുവൻ കാലവും ചേരുന്നത്രയും കാലം ഈ 11 അധ്യായങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനുഷ്യരാശിയുടെ ആദിമകാലത്തെ സംബന്ധിക്കുന്ന സംക്ഷിപ്ത ചരിത്രമായി മാറുന്നു. മഹത്തായ അനേകം കാര്യങ്ങൾ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ നാം കണ്ടു കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ വലിയ പർവ്വത നിരയുടെ മറുവശമാണ് നാം കാണുന്നത്. ഇവിടുത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. അത്യാശ്ചര്യജനകമായ സംഭവങ്ങളിൽ നിന്നും വ്യക്തികളിലേക്ക് ഇവിടെ ഊന്നൽ മാറുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ അവരിൽ പ്രധാനപ്പെട്ട 4 പേരെയും തുടർന്നുള്ള പുസ്തകങ്ങളിൽ ബാക്കിയുള്ളവരെയും നമുക്ക് കാണാവുന്നതാണ്. ആദ്യത്തെ 11 അധ്യായങ്ങളിൽ നാം 4 അതിമഹത്തായ സംഭവങ്ങൾ കണ്ടു. സൃഷ്ടിപ്പ്, മനുഷ്യൻ്റെ വീഴ്ച, ജലപ്രളയം, ബാബേൽ ഗോപുരം എന്നിവയാണത്. ഈ സംഭവങ്ങളിലെല്ലാം ദൈവം മനുഷ്യവർഗത്തോട് മുഴുവൻ ഇടപെടുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ വ്യത്യാസം കാണുന്നു. ഇനിയും നമ്മുടെ മുമ്പിൽ 4 വ്യക്തികളെ അവതരിപ്പിക്കുവാൻ പോകുന്നു. കാരണം തുടർന്നങ്ങോട്ട് ഏതെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടല്ല ദൈവം ഇടപെടുന്നത്, മറിച്ച് ഒരു മനുഷ്യനുമായിട്ടാണ് ദൈവം ഇടപെടുവാൻ പോകുന്നത്. ആ മനുഷ്യനിൽ നിന്നും ദൈവം ഒരു രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നു. അയാളുടെ പേര് അബ്രാം എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 23-ാം വരെയുള്ള അധ്യായങ്ങളിൽ അബ്രാം ആണ് വിഷയം. തുടർന്ന് 24, 25, 26 അധ്യായങ്ങളിൽ അബ്രാമിൻ്റെ പ്രിയപുത്രനായ ഇസഹാക്ക്, അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവം ശിക്ഷണത്തിൽ നന്നാക്കിയെടുത്തവനുമായ യാക്കോബിനെ 27 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളിൽ കാണും. ഇനി 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം യോസഫിൻ്റെ കഷ്ടവും മഹത്വവുമാണ്. ദൈവവചനം മനസ്സിലാക്കുവാൻ ഈ 4 പിതാക്കന്മാരെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് അവരെക്കുറിച്ചാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുവാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മറ്റൊരു രീതിയിൽ വായിക്കാൻ കഴിയും. ഇനി അങ്ങോട്ട് മനുഷ്യവർഗത്തോട് മുഴുവനായിട്ടല്ല ദൈവം ഇടപെടുന്നത്, മറിച്ച് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളോടും അവരുടെ സാഹചര്യങ്ങളോടുമാണ് ദൈവം ഇടപെടുന്നത്. മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷം നാം കായീൻ്റെ വലിയ പാപം കാണുന്നു. എന്തായിരുന്നു കായീൻ്റെ വലിയ പാപം? അഹങ്കാരം. താൻ ദൈവത്തിനായി കൊണ്ടുവന്ന വഴിപാടിനെക്കുറിച്ചുള്ള അവൻ്റെ അഹങ്കാരം.
എന്നാൽ ദൈവം അവൻ്റെ വഴിപാട് സ്വീകരിക്കാതെ വന്നപ്പോൾ അവൻ കോപിച്ചു. തൻ്റെ വഴിപാട് തള്ളിക്കളയുകയും തൻ്റെ സഹോദരൻ്റെ വഴിപാട് ദൈവം അംഗീകരിക്കുകയും ചെയ്തതുമൂലം അവൻ തൻ്റെ സഹോദരനെ വെറുക്കുന്നു. ആ വെറുപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യഹത്യയിൽ കലാശിക്കുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം മൂലകാരണം അഹങ്കാരമാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, സാത്താൻ്റെ പാപവും അഹങ്കാരമായിരുന്നു. അഹങ്കാരം മനസ്സിലെ പാപമാണ്. ജലപ്രളയത്തിന് കാരണമായ പാപം എന്തെന്ന് നാം മനസ്സിലാക്കി. അത് ജഡമോഹമാണ്. അഹങ്കാരത്തിൻ്റെ വേറൊരു വേർഷനാണത്. മനുഷ്യജാതി മനം തിരിയുവാൻ ദൈവം പരമാവധി ക്ഷമിച്ചെങ്കിലും മനുഷ്യൻ കൂടുതൽ വഷളാകുകയാണ് ഉണ്ടായത്. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണവും അവൻ്റെ പ്രവർത്തനങ്ങളും മൊത്തം അവൻ്റെ ജഡത്തെ തൃപ്തിപ്പെടുത്തുവാൻ മാത്രമായിരുന്നു. അങ്ങനെയാണ് മനുഷ്യനെ ന്യായം വിധിക്കുവാൻ ദൈവം ഒരു മഹാപ്രളയം ഭൂമിയിൽ അയച്ചത്. നോഹയും അവൻ്റെ കുടുംബവും മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നും അതിൻ്റെ വിവിധ മാനങ്ങളും മുൻ എപ്പിസോഡുകളിൽ നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഈ ന്യായവിധി പെട്ടെന്ന് സംഭവിച്ചതല്ല. ദൈവം മനുഷ്യനോട് എന്നും ദീർഘക്ഷമയോടെ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. ദൈവം മെതുശലഹിൻ്റെ ജീവകാലം മുഴുവൻ, അതായത് 969 വർഷങ്ങൾ മനുഷ്യൻ്റെ മടങ്ങിവരവിനായി കാത്തിരുന്നു. എന്നാൽ അത്ര ദീർഘകാലം ലഭിച്ചിട്ടും സ്നേഹവാനായ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരം മനുഷ്യൻ അവൻ്റെ ദുർമാർഗത്തിലും അഹങ്കാരത്തിലും അതിക്രമത്തിലും വർദ്ധിച്ചു വരിക മാത്രമാണ് ചെയ്തത്. ജലപ്രളയത്തിന് ശേഷം അധികം താമസിയാതെ ഉയരുന്ന ബാബേൽ ഗോപുരം ഈ സത്യത്തെ കൂടുതൽ ആഴത്തിൽ വെളിപ്പെടുത്തുന്നു. ഈ സംഭവ പരമ്പരകൾക്ക് ശേഷം ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുകയും അവനിൽ നിന്നൊരു രാഷ്ട്രത്തെ രൂപപ്പെടുത്തുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. ആ രാഷ്ട്രത്തിന് ദൈവം തൻ്റെ വെളിപ്പാട് നൽകുകയും ആ രാഷ്ട്രത്തിലൂടെ ദൈവം ഒരു വീണ്ടെടുപ്പുകാരനെ ലോകത്തിൽ അയക്കുകയും ചെയ്യേണ്ടതിനായിരുന്നു ഇത്. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വേറെ മാർഗങ്ങൾ ഉണ്ടായാൽ പോലും ഈ രീതിയാണ് ദൈവത്തിൻ്റെ ഏറ്റവും നല്ല മാർഗമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബൈബിൾ വായിക്കുന്നവരൊക്കെ അബ്രഹാമിനെ മഹാനായ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. തീർച്ചയായും ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്ന എക്കാലത്തെയും മഹാന്മാരായ വ്യക്തികളിൽ ഒരാളാണ് അബ്രഹാം. എന്നാൽ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുവാൻ കാരണം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ന ഗുണമാണ്. അതായത് ദൈവത്തിൻ്റെ വാക്കുകളെ, ദൈവത്തിൻ്റെ വചനത്തെ മുഖവിലക്കെടുക്കുവാനുള്ള സന്നദ്ധത. നമ്മൾ സാധാരണയായി മഹാന്മാരെ അളക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറയാം. ഒന്നാമതായി, ഒരു വ്യക്തി പ്രശസ്തനായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. തീർച്ചയായും അബ്രഹാം അന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയായിരുന്നു. ഇന്നത്തെ ഒരു സെലിബ്രിറ്റിയെ പോലെ ടെലിവിഷൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണുകളുടെയും സാമൂഹിക മാധ്യമങ്ങളുടെയും ഒക്കെ ഈ കാലത്തും ഒരുപക്ഷെ മറ്റ് പേരുകളേക്കാൾ അധികം നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് അബ്രഹാം എന്നത്, ഇല്ലേ? ലോകത്തിലെ പ്രധാനപ്പെട്ട 3 മതങ്ങൾ, ജൂതമതം, ഇസ്ലാം മതം, ക്രിസ്തു മതം, ഈ 3 മതങ്ങൾ വിശാലമായ അർത്ഥത്തിൽ അബ്രാഹ്മ്യ മതങ്ങൾ, എബ്രഹാമിക് റിലിജിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഈ മതങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ 3 കൂട്ടരും ചെന്ന് നിൽക്കുന്നത് അബ്രഹാമിലാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ അബ്രഹാം എന്ന പേര് വളരെ പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട്. ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെക്കുറിച്ചോ ഏതെങ്കിലും സിനിമാ നടന്മാരെക്കുറിച്ചോ നടിമാരെക്കുറിച്ചോ കേട്ടിട്ടുള്ളതിൽ കൂടുതൽ ലോകം അബ്രഹാമിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ മറ്റാരെക്കാളും അധികം അബ്രഹാമിനെക്കുറിച്ച് കേട്ടിരിക്കും. അതെ, മഹാനായ ഒരു വ്യക്തിയുടെ ഒരു ലക്ഷണം പ്രശസ്തിയാണെങ്കിൽ അബ്രഹാം മഹാനായ ഒരു വ്യക്തിയായിരുന്നു. ഒരു മഹാനായ വ്യക്തിയുടെ വേറൊരു യോഗ്യത അയാൾ ഉത്തമ സ്വഭാവമുള്ളവനും ഔദാര്യമതിയുമായിരിക്കണം എന്നുള്ളതത്രേ. അബ്രഹാമിനെ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തെക്കാൾ ഔദാര്യമതിയായ വേറൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ്. അബ്രഹാമും അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനായ ലോത്തും കനാൻ നാട്ടിലേക്ക് വന്നപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞത് ലോത്തിന് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാമെന്നാണ്. ശേഷിക്കുന്നത് തനിക്ക് മതിയെന്ന് അബ്രഹാം പറഞ്ഞു. ഇന്നൊരു ബിസിനസ് ഇടപാടിൽ ആരെങ്കിലും അങ്ങനെ പറയുമോ?
ബിസിനസ്സിൻ്റെ കാര്യം പോകട്ടെ, സഭയിൽ പോലും അത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആളുകൾ തയ്യാറാകുമോ എന്നെനിക്ക് സംശയമാണ്. പുറമേ ഒരുപക്ഷെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും നല്ലതെല്ലാം എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്നവരാണ് അധികം ആളുകളും. ഇന്ന് ക്രിസ്തു വിശ്വാസികളെന്ന് വീരവാദം മുഴക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത് ഈ പറഞ്ഞ 2 അടി സ്ഥലത്തിനും ഏതെങ്കിലും നിസാരമായ കൊടുക്കൽ വാങ്ങലിനുമൊക്കെ അല്ലേ? സൊദോം ഗൊമോറയിലെ രാജാവിനോട് അബ്രഹാം കാണിച്ച ഔദാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവൻ കൊള്ളയിൽ നിന്നും യാതൊന്നും എടുക്കയില്ലെന്നും ഒരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ എടുക്കയില്ലെന്നും പറയുകയുണ്ടായി. കാരണം അബ്രഹാം ആശ്രയം വെച്ചിരുന്നത് തൻ്റെ ദൈവത്തിലായിരുന്നു. മൂന്നാമതായി, മഹാനായ ഒരു വ്യക്തി ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സമയത്ത് ജീവിച്ചിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അത് നിശ്ചയമായും സത്യമായിരുന്നു. ഞാൻ സൂചിപ്പിച്ച ഈ 3 കാര്യങ്ങളിൽ ആളുകൾ എന്നോട് വിയോജിപ്പ് പ്രകടിപ്പിക്കില്ലെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഞാൻ പറയുവാൻ പോകുന്ന 4ാമത്തെ കാര്യത്തിൽ ഭൂരിപക്ഷം ആളുകളും എന്നോട് യോജിച്ചെന്ന് വരില്ല. ഒരു വ്യക്തിയെ മഹാനാക്കുന്ന പ്രധാനപ്പെട്ടതും 4ാമത്തേതുമായ സംഗതി ആ വ്യക്തി ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കണം എന്നതത്രേ. എല്ലാ മഹാന്മാർക്കും, അതിപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ അല്ലെങ്കിൽ പോലും, അവർ വിശ്വസിക്കുന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സംഹിത കാണും. അബ്രഹാം വിശ്വാസമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം. അങ്ങനെ അവൻ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെട്ടു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ അധ്യായങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്നത് അബ്രഹാമിന് ദൈവം 7 പ്രാവശ്യം പ്രത്യക്ഷനായി എന്നാണ്. ഓരോ പ്രാവശ്യവും അവൻ്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ദൈവോദ്ദേശം. അതുകൊണ്ട് അവൻ പൂർണ്ണനായിരുന്നു എന്നർത്ഥമില്ല. അനേക പ്രാവശ്യം അബ്രഹാം പരാജയപ്പെട്ടു. ദൈവം അവനെ 4 പ്രാവശ്യം പരീക്ഷിച്ചു. അവയിൽ 4ലും അവൻ പരാജയപ്പെട്ടു. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ കേൾക്കുന്നതല്ലേ? എന്നാൽ ശിമോൻ പത്രോസിനെ പോലെ വീണുപോയ ഓരോ പ്രാവശ്യവും അബ്രഹാം എഴുന്നേറ്റ് തന്നെ നേരെയാക്കിയിട്ട് വീണ്ടും ഓട്ടം ആരംഭിക്കുകയാണ് ഉണ്ടായത്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ജീവിതത്തിൻ്റെ ഓട്ടത്തിലും നിങ്ങളുടെ വിശ്വാസത്തിലും വീണെന്നിരിക്കാം. എന്നാൽ തീർച്ചയായും നിങ്ങൾ എഴുന്നേറ്റ് വീണ്ടും ആരംഭിക്കണം. ഇത് നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യമായി മാറും. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിന് നൽകുന്ന 3 വിധത്തിലുള്ള വാഗ്ദത്തങ്ങളാണ് നാം കാണുന്നത്. 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിലാണ് ഈ പറഞ്ഞ വാഗ്ദത്തങ്ങൾ. വാസ്തവത്തിൽ ബൈബിൾ ചിന്തകളുടെ മർമ്മമാണ് ഈ വാഗ്ദത്തങ്ങൾ. ബാക്കിയുള്ള തിരുവചനം മുഴുവൻ ഈ ത്രിവിധ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നതാണ് കാണുന്നത്. ഞാൻ 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രഹാമിന് നൽകിയ ത്രിവിധ വാഗ്ദത്തങ്ങളിൽ 1-ാമത്തേത് ഒരു ദേശമാണ്. ദൈവം അരുളി ചെയ്തത്, ഞാൻ നിന്നെ ഒരു ദേശം കാണിക്കും, ആ ദേശം നിനക്ക് നൽകുകയും ചെയ്യും എന്നാണ്. വാഗ്ദത്തത്തിൻ്റെ 2-ാമത്തെ ഭാഗം ജാതിയാക്കും എന്നതാകുന്നു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, അല്ലെങ്കിൽ ഒരു രാഷ്ട്രമാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും. അതോടുകൂടെ തന്നെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്നും ദൈവം അരുളി ചെയ്തു. ദൈവം അബ്രഹാമിനെ ഒരു വലിയ അനുഗ്രഹമാക്കും എന്നുള്ളതാണ് വാഗ്ദത്തത്തിൻ്റെ ഈ 3-ാമത്തെ ഘടകം. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതത്ര ദൈവത്തിൻ്റെ ത്രിവിധ വാഗ്ദത്തങ്ങൾ. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്. ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തങ്ങൾ നിറവേറ്റിയോ? അവനിൽ നിന്നും ഒരു ജാതിയെ ദൈവം ഉത്പാദിപ്പിച്ചു എന്നത് സത്യമാണ്. എന്നാൽ ഈ 3 വാഗ്ദത്തങ്ങളും അക്ഷരാർത്ഥത്തിൽ നിറവേറിയോ? ലോകത്തിലുള്ള മറ്റേതൊരു രാഷ്ട്രത്തെക്കാളും വലിയ ചരിത്രവും അനുഭവവും
നിശ്ചയമായും ഈ ജാതിക്ക് പറയുവാനുണ്ട്. ഈ കാര്യത്തിൽ അവരോട് തുല്യരായി വേറെ ആരും തന്നെ ഇല്ല എന്ന് വേണം പറയുവാൻ. രണ്ടാമത്തെ വാഗ്ദത്തം അബ്രഹാം മനുഷ്യവർഗത്തിനൊരു അനുഗ്രഹമായിരിക്കുമെന്നതാണ്. അതെ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ അബ്രഹാം മനുഷ്യവർഗത്തിന് മുഴുവൻ ഒരു അനുഗ്രഹമായി തീർന്നു. മാത്രമല്ല, ഒരർത്ഥത്തിൽ ദൈവവചനം മുഴുവനായി നമുക്ക് ലഭിച്ചത് അബ്രഹാമിലൂടെയാണ്. ആദ്യത്തെ വാഗ്ദത്തം ഭാഗികമായി നിറവേറി. എന്നാൽ അബ്രഹാമിൻ്റെ സന്തതിക്ക് എന്നേക്കും ആ ദേശം നൽകും എന്ന വാഗ്ദത്തം പൂർണ്ണമായി നിറവേറിയിട്ടില്ല. ദൈവം അബ്രഹാമിനോട് ചെയ്ത ബാക്കി 2 വാഗ്ദത്തങ്ങളും നിറവേറ്റി. ദൈവം അരുളി ചെയ്തു, അബ്രഹാമേ, ഞാൻ നിനക്ക് ആ ദേശം നൽകുവാൻ പോവുകയാണ്. ആ ദേശത്ത്, അതായത് കനാൻ ദേശത്ത് ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് ഒന്ന് നിങ്ങൾ വാർത്താമാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് എങ്ങനെയെങ്കിലും അവിടെ കടിച്ചു തൂങ്ങുവാനുള്ള ശ്രമത്തിലാണോ യഹൂദന്മാർ ജീവിക്കുന്നത്? ഇനിയും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചേ. 3-2 വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റി. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയോ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയോ ചെയ്താൽ ദൈവം നൽകിയ ആ ദേശത്ത് അവരെ നിലനിർത്തില്ല എന്നാണ് ദൈവം അവരോട് ആദ്യമേ തന്നെ പറഞ്ഞത്. ഇന്ന് അവർ ദൈവത്തിൽ നിന്നും അകലെയാണ്. അതിൻ്റെ ഫലമായി അവർക്കവിടെ ആവശ്യം പോലെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ ജാതി പൂർണ്ണമായും അവരുടെ ദേശത്താകുന്ന ഒരു ദിവസം വരും, അല്ലെങ്കിൽ ദൈവം അവരെ അവിടെ ആക്കുന്ന ഒരു ദിവസം വരും. ദൈവം അവർക്ക് നൽകിയ ദേശം ഒരിക്കൽ പോലും അവർ പൂർണ്ണമായി കൈവശമാക്കിയിട്ടില്ല, മറക്കരുത്. അവർക്ക് ഏറ്റവും അധികം ശക്തി ഉണ്ടായിരുന്ന കാലത്ത് പോലും 30,000 ചതുരശ്ര മൈൽ മാത്രമേ അവരുടെ അധികാരത്തിലുണ്ടായിരുന്നുള്ളൂ. വാസ്തവത്തിൽ ദൈവം അവർക്ക് നൽകിയത് 3 ലക്ഷം ചതുരശ്ര മൈലുകളാകുന്നുവെന്നോർക്കണം. അതെ, ഇനിയും ദീർഘദൂരം അവർക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ദൈവം വച്ചിരിക്കുന്ന പ്രമാണങ്ങളിലും ദൈവത്തിൻ്റെ സമയത്തുമാണ് അവർക്കത് ലഭിക്കേണ്ടത്. ഈ ലോകത്തിലെ ഒരു രാഷ്ട്രത്തിനോ ഒരു സംഘടനയ്ക്കോ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവമാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. അവൻ തൻ്റെ സമയത്തത് നിർവഹിക്കും. ഇന്ന് ലോകത്തിൽ എന്തെല്ലാം നടന്നെന്നാലും ഞാൻ വളരെ സമാധാനത്തോടെയാണ് കഴിയുന്നത്. കാരണം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. വർത്തമാന പത്രങ്ങളിലെ തലവാചകങ്ങൾ കണ്ട് ഭയപ്പെടാതെയും ലോകത്തിലെ സംഭവ വികാസങ്ങൾ കണ്ട് ചിന്താക്കുഴപ്പത്തിലാകാതെയും ഇരിക്കുന്നത് എത്ര ആശ്വാസകരമാണല്ലേ? കാരണം ദൈവമാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അവൻ തൻ്റേതായ മാർഗത്തിലൂടെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നവനാണ്. അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ 3 വാഗ്ദത്തങ്ങളുടെ വെളിച്ചത്തിൽ അവൻ എന്തു ചെയ്തു എന്ന് നോക്കാം. മറ്റ് ബൈബിൾ ഭാഗങ്ങളിൽ നിന്നും നമുക്കറിയുവാൻ സാധിക്കുന്നത് അബ്രഹാം കൽദയരുടെ ഊരിൽ താമസിക്കുമ്പോൾ ദൈവം അവനെ വിളിച്ചു എന്നാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. എവിടേക്ക് പോകുന്നുവെന്നറിയാതെ അബ്രഹാം ദൈവവിളി കേട്ട് തൻ്റെ ഭവനവും ജോലിയും ഊരിലെ ഉന്നതമായ സംസ്കാരവുമൊക്കെ വിട്ട് ദൈവത്തെ അനുസരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ടു. എന്നിട്ടും അതൊരു പൂർണ്ണമായ അനുസരണമായിരുന്നില്ല. കാരണം അവൻ തൻ്റെ കുടുംബത്തിലെ ചിലരെ കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. അബ്രഹാം തൻ്റെ പിതാവായ തേരഹിനെയും ഈ യാത്രയിൽ കൊണ്ടുപോയി. ദൈവം പറഞ്ഞത് നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടുപോകുക എന്നാണ്. അബ്രഹാമിനെ വെളിയിൽ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചത് എന്തിനാണ്? അതിൻ്റെ ഉത്തരം യോശുവയുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹൂറിൻ്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. അതാണ് കാരണം. അന്യദൈവങ്ങളെ സേവിക്കുന്ന ഒരു കൂട്ടത്തിൽ നിന്നും ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുകയാണ്. ലോകം വീണ്ടും ദൈവത്തെ മറന്ന് തങ്ങളുടെ സ്വന്തം വഴികളിലും ആരാധനാ രീതികളിലും മുഴുകി. എന്നാൽ മനുഷ്യവർഗത്തെ മുഴുവൻ തുടച്ചു നീക്കാതെ അബ്രഹാമിലൂടെ ദൈവം പുതിയൊരു തുടക്കം കുറിക്കുകയാണ്. ദൈവം പാപികളെ മുഴുവൻ നീക്കിക്കളയുവാൻ തുടങ്ങിയാൽ ഞാനും നിങ്ങളും ബാക്കി കാണില്ല പ്രിയമുള്ളവരെ. കാരണം നമ്മൾ പാപികളായിട്ടാണ് വന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അവൻ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാണല്ലോ. അവൻ പാപികളെ രക്ഷിക്കുന്ന ദൈവമാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കും 17-ാം അധ്യായം വരെ അബ്രഹാമിനെ അബ്രാം എന്ന് തന്നെ വിളിക്കാം. 17-ാം അധ്യായത്തിലാണല്ലോ അബ്രഹാം എന്ന് ദൈവം അവൻ്റെ പേര് മാറ്റിയത്.
12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരാം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അതായത് അവൻ ദൈവം തന്നെ നയിക്കുന്നത് പോലെ അബ്രാം കനാൻ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. എന്നാൽ ആ യാത്രയിൽ ലോത്തിനെയും അബ്രാം കൂട്ടുന്നു. ഇതാ ഇവിടെ അനുസരണം അപൂർണമാകുന്നു. കാരണം പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടു പുറപ്പെടാനാണ് ദൈവം അബ്രാമിനോട് പറഞ്ഞത്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അബ്രാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്തെത്തി. അബ്രാം തൻ്റെ ഭാര്യയായ സാറായിയെയും കൂട്ടിയത് തീർച്ചയായും ശരിയായ കാര്യമാകാം. എന്നാൽ സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും അദ്ദേഹം കൂടെ കൂട്ടിയത് തീർച്ചയായും ദൈവഹിതത്തിന് വെളിയിലാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ വൈകിപ്പിച്ച ഒരു സമയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഹാരാനിൽ അവൻ സമയം ചെലവഴിച്ചതും ദൈവാനുഗ്രഹം വൈകിയതിന് കാരണമായി എന്ന് ചിന്തിക്കാം. കാരണം അവൻ കനാനിലേക്ക് യാത്രയാകുന്നത് വരെ ദൈവം ഒരിക്കൽ പോലും വീണ്ടും അബ്രഹാമിന് പ്രത്യക്ഷനായില്ല. അവൻ്റെ അടുത്ത ബന്ധുക്കളിൽ നിന്നും അബ്രഹാം തന്നെ വേർപെടുത്തുന്നത് വരെ അവനോടൊപ്പം ലോത്ത് മാത്രമുണ്ടായിരുന്ന ആ സമയം വരെയും ദൈവം വീണ്ടും അവന് പ്രത്യക്ഷപ്പെട്ടില്ല. 6-ാം വാക്യം നോക്കിക്കാട്ട് അവിടെ നാം കാണുന്നത്, അബ്രാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. കനാന്യർ ഹാമിൻ്റെ പുത്രനായ കനാൻ്റെ സന്തതികളാണെന്ന വസ്തുതയുടെ തെളിവ് ഇവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലരും ചിന്തിക്കുന്നത് അബ്രഹാം വളരെ മോശപ്പെട്ട സ്ഥലമായിരുന്ന കൽദയരുടെ ഊർ വിട്ടിട്ട് ധാന്യവും വീഞ്ഞും നിറഞ്ഞ പാലും തേനും ഒഴുകുന്ന അതിമനോഹരമായൊരു ദേശത്തേക്കാണ് വന്നതെന്നത്രേ. ആയതിനാൽ അബ്രഹാം പഴയതിലും മികച്ച ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയതെന്നത്രേ അവർ ധരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് അപ്രകാരമല്ല. അതുപോലെ പുരാവസ്തു ഗവേഷണത്തിലെ വസ്തുതകൾ വ്യക്തമാക്കുന്നത് കൽദയരുടെ ഊർ അബ്രഹാമിൻ്റെ കാലത്തൊരു മഹത്തായ സംസ്കാരത്തിൻ്റെ സ്ഥലമായിരുന്നു എന്നാണ്. ഊര് വളരെ സമ്പൽ സമൃദ്ധിയും വികസനവും പ്രാപിച്ച ഒരു പട്ടണമായിരുന്നു. എന്നാൽ ദൈവവിളി കേട്ട അബ്രഹാം അതെല്ലാം വിട്ടിട്ട് കനാൻ ദേശത്തേക്ക് വന്നു. അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. എന്നാൽ കനാന്യർ ഒരു സംസ്കാരവും ഇല്ലാത്തവരായിരുന്നു. തൻ്റെ അവസ്ഥ കുറെ കൂടി മെച്ചപ്പെടുത്തുവാൻ കനാനിലേക്ക് കുടിയേറിയവനല്ല അബ്രഹാം. പിന്നെയോ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അബ്രഹാം അവിടെ വന്നവനാണ്. തുടർന്ന് എന്ത് സംഭവിക്കുന്നുവെന്ന് ശ്രദ്ധിച്ചാട്ടെ. 7-ാം വാക്യം, യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ദൈവം തനിക്ക് 2-ാം പ്രാവശ്യവും ഇവിടെ പ്രത്യക്ഷനായപ്പോൾ അബ്രഹാം യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അവൻ ഹാരാനിലായിരുന്നപ്പോൾ ദൈവാനുഗ്രഹം വൈകിപ്പിച്ച സ്ഥലത്ത് ദൈവം അവന് പ്രത്യക്ഷനായില്ല. ഇത് നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന ബൈബിൾ വായിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്കൊരു അനുഗ്രഹവും ലഭിക്കുന്നതായി തോന്നാത്തതിന് കാരണം എന്താണെന്നറിയാമോ? നേരത്തെ ദൈവവചനത്തിലൂടെ ദൈവം നിങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ ഇന്നും അനുസരിച്ചിട്ടില്ല എന്നതാണ് കാരണം. ആദ്യം ലഭിച്ച വെളിച്ചത്തിനനുസരിച്ച് പലരും പോകുന്നില്ല. തെറ്റെന്ന് മനസ്സിലാക്കി തന്നവ അനുസരിക്കാതെ ദൈവം പുതിയതൊന്നും വെളിപ്പെടുത്തി തരികയില്ല. നാം ദൈവത്തെ അനുസരിക്കുമെങ്കിൽ കൂടുതൽ അനുഗ്രഹം കടന്നു വരും. ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറാകുന്നത് വരെ അബ്രാമിന് ദൈവം വീണ്ടും പ്രത്യക്ഷനായില്ല. ഇതാ ഇപ്പോൾ ഇവിടെ ദൈവം അവന് വീണ്ടും പ്രത്യക്ഷനാകും. തുടർന്ന് അബ്രഹാം അവിടെ ഒരു യാഗപീഠം പണിയുന്നു. 8-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അവൻ ആ ദേശത്ത് പ്രവേശിച്ചപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ തൻ്റെ കൂടാരം അവിടെ അടിച്ചു. അവിടെയാണ് അവൻ താമസിച്ചത്.
തുടർന്ന് അവനൊരു യാഗപീഠം പണിതു. അബ്രഹാം പോയിടത്തെല്ലാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുകയും ദൈവിക സാക്ഷ്യം നിലനിർത്തുകയും ചെയ്തു. ഇവിടെ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ സാക്ഷ്യം എപ്രകാരമുള്ളതാണ്? വീടിൻ്റെ വാതിൽക്ക് ക്രിസ്തു വീടിൻ്റെ നായകനെന്ന് എഴുതി വെച്ചതുകൊണ്ടോ, നിങ്ങളുടെ ഉടുപ്പിൽ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് ബാഡ്ജ് കുത്തിയത് കൊണ്ടോ, നിങ്ങളുടെ കാറിൻ്റെ പിൻപിൽ യേശു രക്ഷിക്കുന്നു എന്ന് എഴുതി വെച്ചത് കൊണ്ടോ സാക്ഷ്യമാകില്ല. ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അബ്രഹാം ശാന്തമായി ദൈവത്തെ ആരാധിച്ചു. കനാന്യർ അധികം താമസിയാതെ ഒരു കാര്യം മനസ്സിലാക്കി, ഇവിടെ ഇതാ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് നമുക്കുണ്ടായിരിക്കേണ്ട സാക്ഷ്യം. അതെ, ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി എന്ന സാക്ഷ്യം. അങ്ങനൊരു സാക്ഷ്യം നിങ്ങൾക്കുണ്ടോ? ദൈവം അതിനായി നിങ്ങളെ ശക്തീകരിക്കട്ടെ. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവവേദലിൻ്റെ വഴികാട്ടി ദൈവത്തിൻ്റെ തിരുവചനമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ടും ജീവിക്കുന്നുവെന്ന് തിരുവചനം പറയുന്നു. തിരുവചനം നമ്മുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ.